ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് വേൾഡ്. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഞാനിത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. ഞാൻ അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഓയിൽ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണിത്. ഇത് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ ഒരു പോട്ടിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കുക്കറിലാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിലാവും. അതുകൊണ്ടാണ് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സവാള ഒരു കളറ് മാറി ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കൂട് വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടൊന്നുമില്ല, വെളുത്തുള്ളി അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടാണുള്ളത്. നിങ്ങൾ സാധാരണ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി സവാളയുടെ കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കറൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വിസിൽ വരുന്നത് വരെയാണ് അടച്ചു വെച്ച് കൊടുത്തിട്ടുള്ളത്. കുക്കർ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സ്പൂൺ കൊണ്ട് ചെറുങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ വെളുത്തുള്ളിയെല്ലാം നന്നായി ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഒരു 1/2 കിലോയിൽ അധികം ഒരു 600 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ഇത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ സവാള ഒന്നും വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഈ ചിക്കൻ വെന്ത് കിട്ടുന്നത് വരെ അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് വെറുതെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ഫുൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഇതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇനി ഈ കുക്കറൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചാലും മതിയാകും. വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെറുതെ അടച്ചു വെച്ചാലും മതി. ഇനി ഈ കുക്കറൊന്ന് തുറന്നു കൊടുത്തിട്ട് ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി 2 കഷ്ണം. ഇത് ജൂലിയൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ഉണക്കമുളക് കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ലെമൺ പീസസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ലെമൺ പീസ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കുറേ സമയം കുക്ക് ചെയ്തെടുക്കരുത്. ഒരു 2-3 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം.
അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ലെമൺ പീസസ് ചേർത്താൽ മതി. ഇനി ഇത് ഞാനിവിടെ 1 മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഈ കറി ചപ്പാത്തി, നാൻ, കുബൂസ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷനാണിത്. ഇനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു കറിയാണിത്. നല്ല ടേസ്റ്റുമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.